നമസ്തേ, പ്രീതാസ് ഗാലറിയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒട്ടും തന്നെ കയ്പില്ലാത്ത നാടൻ രീതിയിലുള്ള ഒരു പാവയ്ക്കാക്കറിയാണ്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഈ ഒരു കറി മാത്രം മതി, വേറെ ഒന്നും വേണ്ട, അത്ര ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കില്ലല്ലോ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. എന്നാൽ നമുക്ക് ഈ പാവയ്ക്കക്കറി എങ്ങനെ ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. പാവയ്ക്കക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വലിയൊരു പാവയ്ക്ക നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ടുണ്ട്. 2 പേർക്കേ വേണ്ടുള്ളൂ. അപ്പോൾ ഈ ഒരു പാവയ്ക്ക ധാരാളമാണ്. കൂടുതൽ ഉണ്ടാക്കണമെങ്കിൽ കൂടുതൽ എടുത്തോളൂ. ഇനി ഞാനിതൊന്ന് ചെറുതാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തെടുത്ത് കൊണ്ടുവരാം. ഇപ്പം ഞാനിത് ഒന്ന് ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിൽ കട്ട് ചെയ്യാം. ഞാൻ അതിൻ്റെ ഉള്ളിലെ ആ കുരുവൊക്കെ കളഞ്ഞിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ള. കുരുവൊന്നും കടിക്കണത് എനിക്കിഷ്ടമല്ല, അതുകൊണ്ട് ഇത് കളഞ്ഞിട്ടാണ്. ഇത് കുരുവൊക്കെ ഇഷ്ടമുള്ളവർക്ക് അത് കളയാതെ കട്ട് ചെയ്തെടുത്തോളൂ. ഇനി ഈ പാവയ്ക്ക ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കയ്പ്പൊന്ന് കളയാൻ വേണ്ടിയിട്ടാണ്. ഈ പാവയ്ക്കയുടെ കയ്പ്പ് കളയണത് ഇഷ്ടമല്ലാത്തവർക്ക് ഇത് സ്കിപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ. കയ്പ്പ് കളയാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഒരു 1-1.5 ടേബിൾ സ്പൂൺ ഉപ്പിട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് കുടഞ്ഞെടുക്കുക. ഇതുപോലെ കുടയുമ്പോൾ ഉപ്പ് പെട്ടെന്ന് എല്ലാ ഭാഗത്തും ആവും. പാവയ്ക്ക് ഈ വെള്ള പാവയ്ക്കയ്ക്ക് പൊതുവേ കയ്പ്പ് കുറവാണ്. മറ്റേ നല്ല ഗ്രീൻ കളറുള്ള പാവയ്ക്കല്ലേ, അതിനാണ് കയ്പ്പ് കൂടുതൽ. എന്നാലും ഇതിൻ്റെ കയ്പ്പ് തീരെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ ചെയ്യുന്നത്. ഇപ്പോൾ ഉപ്പൊക്കെ എല്ലാ ഭാഗത്തും നേരെ മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇത് അടച്ച് വെച്ചിട്ട് 1 മണിക്കൂർ നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. ഇതിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 8-10 ചെറിയ ഉള്ളി തൊലിയൊക്കെ കളഞ്ഞ് കഴുകി എടുത്തിട്ടുണ്ട്. മീഡിയം സൈസിലുള്ള ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. 3 വലിയ വെളുത്തുള്ളി അല്ലി എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി ഇത്രയ്ക്ക് മതി, ഒരുപാട് വെളുത്തുള്ളിയുടെ ഒന്നും ആവശ്യമില്ല. ഇനി കുറച്ച് പുളി, അധികമൊന്നും വേണ്ട, ഇതുപോലെ ചെറിയൊരു കഷ്ണം പുളി മതി. അതൊന്ന് ഈ ബൗളിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇപ്പം നമ്മുടെ പാവയ്ക്ക ഉപ്പൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് വെച്ച പാവയ്ക്കല്ലേ, അത് 1 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാനിത് 4-5 തവണ നല്ല വെള്ളത്തിൽ നന്നായിട്ട് കഴുകിയതിന് ശേഷം പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിൽ ഉപ്പിൻ്റെ അംശം ഉണ്ടാവും. അപ്പം നല്ല വെള്ളത്തിൽ ഒരുപാട് തവണ കഴുകിയെടുക്കണം. കഴുകിയെടുത്ത് വെള്ളമൊന്നുമില്ലാതെ പിഴിഞ്ഞെടുത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കുക്കർ വെച്ചിട്ടുണ്ട്. അതിലേക്കൊരു 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മളിപ്പോൾ ഈ പിഴിഞ്ഞ് വെച്ച പാവയ്ക്ക ഉണ്ടല്ലോ, ആ പാവയ്ക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒന്നുകൂടി ഒന്ന് പിഴിഞ്ഞിട്ട് വെള്ളമൊന്നും ഇല്ലയെന്ന് കൺഫേം ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ടതിന് ശേഷം പാവയ്ക്ക ഇതൊന്ന് വഴറ്റിയെടുക്കുക, ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ പാവയ്ക്ക ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്, ഇത്രയ്ക്ക് മതി. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അവിടെ എടുത്ത് വെച്ച തക്കാളി ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല വലുതും അല്ല, നല്ല ചെറുതും അല്ല, ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ തക്കാളിയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എങ്ങനെ വെച്ചാൽ കട്ട് ചെയ്തെടുത്തോളൂ. തക്കാളി ഇട്ടതിന് ശേഷം തക്കാളി ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കുക, ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇപ്പം തക്കാളി ആവശ്യത്തിന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് വെള്ളം വേണ്ട, ഇതുപോലെ കുറച്ച് വെള്ളം മതി. പിന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. ആ പാവയ്ക്കയിൽ ഉപ്പിട്ടിട്ട് നമ്മൾ നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എത്ര കഴുകിയാലും പാവയ്ക്കയിൽ ഉപ്പിൻ്റെ ഒരു അംശം ഉണ്ടാവും. അപ്പോൾ ഉപ്പ് നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ കുറച്ച് ഇട്ട് കൊടുക്കുക. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഇട്ട് കൊടുക്കാമല്ലോ. ഇതുപോലെ കുറച്ചിട്ടതിന് ശേഷം നേരെ ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒരു 2 വിസിൽ അടുപ്പിക്കുക. ഈ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്കൊരു 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കുക. വെളിച്ചെണ്ണ ഇട്ടതിന് ശേഷം വെളിച്ചെണ്ണ എല്ലാ ഭാഗത്തും ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ച ചെറിയ ഉള്ളി ഞാനൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഈ ചതച്ച ചെറിയ ഉള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ടതിന് ശേഷം ഇത് ഒന്ന് ഒരുപാട് വഴറ്റണ്ട, ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആവുന്നത് വരെ വഴറ്റിയാൽ മതി. ഇനി നമ്മൾ നേരത്തെ അവിടെ എടുത്ത് വെച്ച വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്, അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. വെളുത്തുള്ളി ഇട്ടതിന് ശേഷം വീണ്ടും ഒന്നുകൂടി ചെറുതായിട്ടൊന്ന് വഴറ്റുക. ഒരുപാട് വഴറ്റിയിട്ട് വെളുത്തുള്ളിയുടെ ആ സ്മെല്ലൊന്നും കളയാൻ പാടില്ല. അപ്പോൾ ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ കണ്ടില്ലേ, എല്ലാം ആവശ്യത്തിന് വഴന്ന് വന്നിട്ടുണ്ട്. ഉള്ളിയുടെ കളറൊക്കെ കണ്ടില്ലേ, ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ടേ ഉള്ളൂ. ഇതുപോലെ സോഫ്റ്റ് ആയാൽ മതി. ഇനി ഇതിലേക്കൊരു പിഞ്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നിങ്ങൾ എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ ഒരു 1-1.5 ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുത്താൽ മതി. മുളക് പൊടിയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുത്തോളൂ. മുളക് പൊടിയും കൂടി ഇട്ടിട്ട് ഇതൊന്ന് നേരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ചെറുതായിട്ട് ആ പച്ചമണം ഒന്ന് മാറുന്നത് വരെ മിക്സ് ചെയ്തെടുക്കുക. ചട്ടിയുടെ ഫ്ലെയിമൊക്കെ നേരത്തെ താഴ്ത്തി വെച്ചിട്ട് വേണേൽ പൊടികൾ ഇട്ട് കൊടുക്കാൻ. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച പാവയ്ക്കയും തക്കാളി ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ടതിന് ശേഷം നേരെ ഒന്ന് മിക്സ് ചെയ്യുക.
പിന്നെ നമ്മൾ വെള്ളത്തിൽ കുതിർത്ത് വെച്ച ഉപ്പുളി ഉണ്ടല്ലോ അത് ഇതിലേക്കൊന്ന് പിഴിഞ്ഞൊഴിക്കുക. ഒരുപാട് ഒഴിക്കേണ്ട, ഞാൻ ഇതിലേക്ക് കുറച്ചേ ഒഴിക്കണുള്ളൂ. കാരണം തക്കാളി ടേസ്റ്റ് നോക്കിയപ്പോൾ തക്കാളിയുടെ പുളി ആവശ്യത്തിനുണ്ട്. പിന്നെ അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടിയും കഴുകിയിട്ട് അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ടതിന് ശേഷം നേരെ മിക്സ് ചെയ്യുക. അതിന് ശേഷം ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുക. ആ പുളിയും മുളക് പൊടിയൊക്കെ ഒന്ന് വേവുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്യുക. അപ്പോഴേക്കും ഉള്ളിയൊക്കെ വെന്തിട്ട് നന്നായിട്ട് കറി കൊഴുത്ത് വരും. ഈ കറി അധികമൊന്നും എരിവില്ല, പാകത്തിനുള്ള എരിവേ ഉള്ളൂ. ഇനി കൂടുതലായിട്ട് എരിവ് വേണമെങ്കിൽ 2-3 പച്ചമുളക് ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ആ പാവയ്ക്ക വേവിക്കുമ്പോൾ അതിലൂടെ ഇട്ട് വേവിച്ചെടുത്താൽ മതി. അല്ലെങ്കിൽ മുളക് പൊടി കുറച്ച് കൂടുതൽ ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ ശർക്കരപ്പൊടിയും കൂടി ഇട്ട് നേരെ ഒന്ന് മിക്സ് ചെയ്യുക. പുളിയൊക്കെ ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ടാണ്. ശർക്കരപ്പൊടിയും കൂടി ഇട്ടിട്ട് ഒന്നുകൂടി ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഇപ്പം ആ ഉള്ളി മുളകൊക്കെ തിളച്ച് കറി നന്നായിട്ട് കൊഴുത്ത് വന്നിട്ടുണ്ട്. തിക്നെസ്സൊക്കെ പാകത്തിനുള്ള തിക്നെസ്സേ ഉള്ളൂ. ഇനി ഇതിരുന്ന് കഴിഞ്ഞാൽ ഒന്നുകൂടി തിക്കായി വരും. പിന്നെ നിങ്ങൾക്ക് എത്രമാത്രം ലൂസാക്കി എടുക്കണമെങ്കിൽ അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്തോളൂ. ഇനി ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് മിക്സ് ചെയ്തതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്യാം. അപ്പോൾ ഈ വളരെ നാടൻ രീതിയിലുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള പാവയ്ക്കാക്കറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ എന്നെ അറിയിക്കാൻ മറക്കല്ലേ. അപ്പോൾ നമുക്കിനി അടിപൊളി പുതിയ റെസിപ്പിയുമായി കാണാം. നന്ദി, നമസ്കാരം.